പരിചയപ്പെടുത്താൻ പോകുന്ന ഡിഷാണ് നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന ഡിഷാണ് മട്ടൻ കൊത്തിറച്ചി. അപ്പോൾ 4 കഷ്ണം മട്ടൺ എടുത്ത് നല്ലപോലെ വൃത്തിയായി കഴുകിയ ശേഷം ഇതുപോലൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ അതിൽ ആഡ് ചെയ്യുന്നത് 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ മസാല വകകളായിട്ട് 1 സ്പൂണ് ജീരകപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത്രയും ഐറ്റംസാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ആയിട്ട് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയും പൊരികടലയും, അത് സ്പെഷ്യലാണ്. ഇതിലേക്ക് പ്രത്യേകതരം ഐറ്റമാണ് അതിൽ ആഡ് ചെയ്യുന്നത്. ഇഞ്ചിയും ചെറിയുള്ളിയും അതേപോലെ മസാല വകകളും ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. വെള്ളമൊന്നും വേണ്ട, നമ്മുടെ ഇഞ്ചി നീരിന്നും ചെറിയുള്ളിൽ നിന്നും വരുന്ന വെള്ളം മതിയാകും. എന്നിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തേങ്ങയും പൊരികടലയും അത് ഉള്ളത് മൊത്തം അതിൽ തന്നെ ആഡ് ചെയ്തിട്ട് അത് ഒന്ന് നല്ല ഒരു ഹൈ സ്പീഡിലിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഫുള്ളായിട്ട് നല്ല ഒരു തരി പോലും ഇല്ലാതെ നല്ല ഫുള്ളായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് അരച്ച് ഒരു തരി പോലും ഇല്ലാണ്ട്, വെള്ളം ഒഴിക്കാൻ പാടില്ല, ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് അരച്ച് വൃത്തിയാക്കി എടുത്ത ശേഷം അതൊരു പാത്രത്തിൽ മാറ്റിയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച ഇറച്ചി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് 1 മണിക്കൂറോളം നമുക്ക് അതിന് റെസ്റ്റിന് വെക്കണം. ഫ്രിഡ്ജിലായാലും കുഴപ്പമില്ല, പുറത്തായാലും കുഴപ്പമില്ല. 1 മണിക്കൂറിന് ശേഷമേ നമ്മളിതിൽ അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. 1 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. റെസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മല്ലിയില വളരെ ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പാൻ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം, ഓയിൽ വേണ്ട. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി നല്ല രീതിക്ക് ചെറു തീയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ചെറു തീയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് ബ്രൗൺ ഷെയ്ഡാക്കിയിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കൊത്തിറച്ചി ഇവിടെ റെഡിയാണ്. ഇതിപ്പോൾ നമ്മുടെ നല്ല ചോറിൻ്റെ കൂടെ നല്ല രസമൊക്കെ ഒഴിച്ച് 2 കഷ്ണം വെച്ച് അടിക്കാൻ അടിപൊളിയാണ്. അത്രയും നല്ല ഐറ്റാണ്. അടി